ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 13 to 20 വരെയുള്ള റേഞ്ച്, 20,000 വരെയുള്ള റേഞ്ചുള്ള ബെസ്റ്റ് 5 ഫോൺസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്നോട് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് മൊബൈൽ തുടങ്ങണ സമയത്ത് അല്ലെങ്കിൽ മൊബൈൽ വാങ്ങാൻ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒരു നിങ്ങൾ മൊബൈൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, GST ഇതുവരെ സ്മാർട്ട് ഫോണിന് 12% ഒറ്റയടിക്ക് അത് 18% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മൊബൈലിനും ഒരു 1000 രൂപ 1500 രൂപ റേഞ്ചിൽ എല്ലാ മൊബൈലിനും പൈസ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാക്സിമം ഒരു 19,000 റേഞ്ച് വരെയുള്ള മൊബൈലാണ് പറയാൻ പോകുന്നത്. മാക്സിമം അത്രയാണ് എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ കേസ് എൻ്റെ കാര്യം തന്നെ എടുത്തപ്പോൾ ഞാൻ ഈ പോക്കസ്റ്റ് വാങ്ങുന്ന സമയത്ത് എൻ്റെ മാക്സിമം റേഞ്ച് 18,000 രൂപയായിരുന്നു. അതിന് മേലേക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അഞ്ചാമത്തെ മൊബൈൽ എന്നുണ്ടെങ്കിൽ വിവോന്റെ Z1X ആണ്. ഇത് ഞാൻ പറയണതിന് ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഈ മൊബൈല് ഭയങ്കര കമ്പാറ്റബിൾ ആയിട്ടുള്ള മൊബൈലാണ്. 6.38 ആണ് വരുന്നത്. ഫുൾ HD AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഡിസ്പ്ലേയിൽ തന്നെയാണ്. ഇതധികം പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പ്രൈസ് റേഞ്ച് നോക്കണം കേട്ടോ. ഇത് പുതിയ വാല്യൂവിൽ ഞാൻ പറഞ്ഞില്ലേ 18% ഇതിൽ വന്നതാണ്. ഇത് ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഒരു 15 രൂപ റേഞ്ചിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ ക്യാമറ 48 മെഗാ പിക്സലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിലുള്ള നൈറ്റ് മോഡ് കിട്ടിയിരുന്നു. ഞാൻ ഈ പോക്കോസ്റ്റ് വാങ്ങുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത് ഈ മൊബൈലിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കുറവെന്ന് എനിക്ക് തോന്നിയത് സ്നാപ്ഡ്രാഗൺ 712 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. ആ പ്രൊസസ്സർ ഇത്തിരി പഴയതാണ്. ഗെയിമിംഗ് പ്രൊസസ്സർ തന്നെയാണ്, ബട്ട് ഇതിൻ്റെ പ്രൊസസ്സർ ചെറുതായിട്ട് ഇത്തിരി പഴക്കം വന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ചെറിയ കമ്പാക്റ്റബിൾ ആണ്. ചെറിയ ഒരു ഗേൾസിനൊക്കെ പറ്റിയൊരു ഫോണാണ്. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം വലുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല, അധികം വെയിറ്റും ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല സൂപ്പറാണ്. ചാർജും നിൽക്കും. 4500 ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ്. അധികം ആൾക്കാർ വാങ്ങാത്തത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ മുന്നിറങ്ങിയ Z1 Pro ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും ഒരേതാന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ കുറേ വാങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത മൊബൈൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ മൊബൈൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി M31 ആണ്. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ബാക്കി എന്ത് കാര്യങ്ങളും സാംസങ്ങിൻ്റെ മൊബൈൽ എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ സാംസങ്ങിൻ്റെ മൊബൈലിൽ നമ്മളൊരു പ്രത്യേകതയായിട്ട് പറയും. എന്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ എന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു കാര്യം തന്നെ ഇതിൻ്റെ ബാറ്ററി 2 ദിവസം സിമ്പിളായിട്ട് ഇതിൽ ചാർജ് നിൽക്കും. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഈ പോക്കോ ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, സാംസങ്ങിൻ്റെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്രാൻഡ് വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രാൻഡ് വാല്യൂ പറയില്ലേ, ആ ഈ സാംസങ്ങിൻ്റെ ഈ മൊബൈലിന് എനിക്കൊരു ഡിഫോൾട്ടായിട്ട് തോന്നിയൊരു കാര്യം, ബാക്കി എല്ലാ രീതിയിലും ക്യാമറയിലും എല്ലാതും സൂപ്പറാണ്. ബാക്കി ഇതിൻ്റെ ആയ കൂടി പ്രൊസസ്സർ എക്സിനോസ് എത്രയാണ് 9611 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസസ്സറാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ കാണാം എക്സിനോസ് 9611 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊസസ്സർ അത്ര സൂപ്പറൊന്നും പറയാൻ പറ്റില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പറയാൻ പറ്റില്ല. നോർമൽ യൂസർ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ വെറുതെ നെറ്റ് യൂസ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, കുറേ വീഡിയോസ് കാണാം. പിന്നെ ബ്രാൻഡ് വാല്യൂ ആവശ്യമുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ മിഡ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ക്യാമറയും നല്ല ക്യാമറ ആണ് കേട്ടോ. 64 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്. നല്ല രീതിയിലുള്ള ക്യാമറയാണ്. പിന്നെ സെൽഫി ക്യാമറയും സൂപ്പറാണ്. ക്യാമറ അങ്ങനത്തെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സാംസങ് M31 സൂപ്പറാണ്. ഈ ഗെയിമിങ്ങിൻ്റെ കാര്യം ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൂപ്പറായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല. വില ഒരു 16,000 സംതിങ് ആണ് പുതിയ പ്രൈസ് വരുന്നത്. അത് ഓഫർ സമയങ്ങളിൽ വീണ്ടും കുറയും. ഇപ്പോൾ മൂന്നാമത്തെ മൊബൈലിലേക്ക് കിടക്കാം. മൂന്നാമത്തെ മൊബൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9 Pro ആണ്. പ്രോ മാക്സ് ആണ്. പ്രോ മാക്സ് ഇപ്പോൾ റിലീസായിട്ടില്ല, ഈ അടുത്ത ദിവസങ്ങളിൽ റിലീസാവും. പ്രോ ഇറങ്ങിയിട്ടുണ്ട്.
പ്രോയും പ്രോ മാക്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓൺലി വ്യത്യാസം എന്ന് പറഞ്ഞാൽ 64 മെഗാ പിക്സലിൻ്റെ പ്രോ മാക്സിൽ 64 മെഗാ പിക്സലും മറ്റേതിൽ 48 മെഗാ പിക്സലാണ് പ്രോയിൽ വരുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്നാപ്ഡ്രാഗൺ 720G ആണുള്ളത്. അതൊരു നേവിക് സപ്പോർട്ടറാണ്. അത് ഞാൻ അത്ര വലിയ സംഭവം ഒന്നും പറയാനില്ല. 730G തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനേക്കാളും ബെറ്റർ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ സെൽഫി ക്യാമറ 38 മെഗാ പിക്സലാണ്. അത് നല്ല രീതിയിൽ നല്ല ഭംഗിയോടുകൂടിയുള്ള നോച്ചോട് കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 5020 mAh ബാറ്ററിയാണുള്ളത്. അതുകൊണ്ട് ബാറ്ററി കാര്യത്തിൽ 1.5 ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് ഓടും. പിന്നെ ക്യാമറയും നല്ല രീതിയിലുള്ള ക്യാമറയാണ്. പ്രോ മാക്സ് ഈ 15-ാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ 2 ആഴ്ച ലോഞ്ചിങ് ഡേറ്റ് നീങ്ങിയേക്കാം. അപ്പോൾ ലോക്ക്ഡൗൺ തീരുന്ന സമയത്താകുമ്പോഴേക്കും ഈ മൊബൈല് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്നോട് പല രീതിയിലുള്ള ഞാൻ റിവ്യൂസ് കണ്ടിരുന്നു. ക്യാമറ സൂപ്പർ ക്യാമറയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൊബൈലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഒരു മൊബൈലാണ്. അതുകൊണ്ടാണ് ഞാൻ 3rd പ്ലേസിൽ ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ പ്ലേസിലുള്ള മൊബൈൽ കാണാം. 2ാമത്തെ പ്ലേസിലും 1ാമത്തെ പ്ലേസിലും ഉള്ള മൊബൈലുകൾ തമ്മിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്ക് ഈ മൊബൈൽ വാങ്ങുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പോക്കോ എസ്റ്റ് വാങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് വാങ്ങണോ എന്ന് തോന്നിയ മൊബൈലാണ് റിയൽമി X2ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഡിസ്പ്ലേയിൽ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതാണ് എനിക്ക് മെയിൻ തോന്നിയത്. പിന്നെ ഇതിൻ്റെ ചാർജറും ഫാസ്റ്റ് ചാർജർ തന്നെയാണ്. അതുകൊണ്ട് അതിലും പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G തന്നെയാണ് ഇതിൻ്റെയും പ്രൊസസ്സർ. ഇത്രയും കൂടിയും ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇത്രയും കൂടിയും കാണാൻ ഭംഗി എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഏറ്റവും സൂപ്പറായത് പോക്കോ എസ്റ്റോനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ഡിസ്പ്ലേ ആണ്. എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ സെൻസിങ്ങും കളർ വ്യൂയിങ് ആംഗിളും എല്ലാം സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറ ഇതന്നെ 64 മെഗാ പിക്സലിൻ്റെ എനിക്കൊരു ചെറിയൊരു വ്യത്യാസം. ഇത് സാംസങ്ങിൻ്റെ 64 മെഗാ പിക്സൽ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്യാമറയാണ്. ഇപ്പോൾ ഇതിനെ മോശം എന്ന് പറയാനൊന്നുമില്ല. 64 മെഗാ പിക്സൽ നല്ല രീതിയിൽ വർക്കാവും. പിന്നെ ഇതിൻ്റെ പോക്കോ എസ്റ്റിനേക്കാൾ ഇത്തിരി കൂടി ബെറ്റർ എന്ന് പറയാനെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൽഫിയും ഇതിൻ്റെ സൂപ്പറാണ്. പോക്കോ എസ്റ്റുവിനെ കമ്പാരിറ്റീവ്ലി ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു വേറൊരു മോഡ് കിട്ടും. നമുക്ക് വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പോർട്രേറ്റിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മോഡുകൾ നിങ്ങൾ DSLR മോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ എടുക്കാൻ ഇതിൽ പറ്റും. ഇതിൻ്റെ ഉള്ള ആൻഡ്രോയിഡ് 9 ആണ് ഉള്ളത്. ഇതിൻ്റെ ആൻഡ്രോയിഡ് 10 വേർഷനും വന്നിട്ടുണ്ട് അപ്ഡേറ്റ്സ്. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. ഇതിൻ്റെ OS-ലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ പറയണേ 4000 mAh ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. 4000 mAh ബാറ്ററി പറഞ്ഞല്ലോ, 4000 mAh ബാറ്ററിയും പിന്നെ ഇതിൻ്റെ ചാർജറും 30 വോൾട്ടാണ്. അപ്പോൾ 30 വാട്ടിൻ്റെ ചാർജറാണ്. അതുകൊണ്ട് വേഗം രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് നടക്കും. അതുകൊണ്ട് ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും കൂടി ഇമ്പ്രൂവ് ആണ്. മൊബൈലിൻ്റെ ഇപ്പോഴത്തെ ഒരു റേഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞാൽ 18,000 രൂപയാണ് ബേസ് വേരിയൻറ്റിന്. 4GB 64 മെഗാ പിക്സലുള്ള മൊബൈലിൻ്റെ വില ഇപ്പോൾ 18 രൂപയാണ്. അതിപ്പോൾ ഓഫറുകളൊക്കെ ഈ ചാലു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫ്ലിപ്കാർട്ടൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓഫർ പറഞ്ഞാൽ ഒരു 16 രൂപ 17 രൂപ റേഞ്ചിലേക്ക് അവരെത്തിക്കും. 16 രൂപ പിടിച്ചോ ആ റേഞ്ചിൽ എന്തായാലും എത്തും. ഇപ്പോഴത്തെ കറണ്ട് റേറ്റിൽ ഞാൻ ഇപ്പോൾ ചെന്ന് ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഉള്ള റേറ്റാണ് പറഞ്ഞത്. ഒരു 18 രൂപയാണ് പറയുന്നത്, 17,900 സംതിങ് ഒക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രൈസിൽ പറയുന്നത് പോക്കോ എസ്റ്റ് ആണ്. ഇപ്പോൾ ഈ കാണുന്ന പ്രൈസിൽ നിന്നെല്ലാം ഒരു 1000 രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള മോഡൽ പറഞ്ഞാൽ 6GB 128 ഇതാണ് 160 എന്താ പറയുക. ഇപ്പോഴത്തെ വില 17,999 രൂപ. ഞാൻ വാങ്ങുമ്പോൾ 16,999 രൂപയായിരുന്നു. വിത്ത് ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു 1500 രൂപയും കൂടി ആഡായി. അപ്പോൾ ഒരു 18 രൂപയ്ക്കാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അത് ആ റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ 19 രൂപയായിട്ടുണ്ടാവും. എൻ്റെ 18 രൂപയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പൈസ 50 പറക്കി കൂട്ടി അവസാനം കൂട്ടി കിട്ടിയതാണ്. എല്ലായിടത്തുനിന്നും കടം വാങ്ങിച്ചാണ്. അത് കഴിഞ്ഞ്
ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാമറയാണ്. ക്യാമറയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമറ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ. അതിലൊന്നും ഒരു ഡൗട്ടില്ല. എന്നിട്ട് സോണിയുടെ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറകൾ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ്. പിന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ 120 ഹെഡ്സ് ആണ്. അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അതിൻ്റെ യൂസിങ്. ഞാൻ പിന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇത്രയും കൂടി ഒരു പ്രീമിയം ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു യൂസേജ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ സെൽഫി ഒരു ആവറേജ് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഡ്രോബാക്ക്, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഗെയിമിങ് എല്ലാവരും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, എല്ലാം സൂപ്പറാണ്. ബട്ട് എനിക്കിതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി എൻ്റെ അറിവിൽ നമ്മളൊരു സാധാരണ നല്ല ഹെവി യൂസർ ആണെങ്കിൽ 9 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ 8 മണിക്കൂർ, 8 to 9 മണിക്കൂർ മാത്രമാണ് ഹെവി യൂസറിന് ഇതിൻ്റെ ചാർജ് നിൽക്കുള്ളൂ. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനായിട്ട് ഒരു 1.25 മണിക്കൂർ, ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു, ഇതിൻ്റെ 1.25 മണിക്കൂറാണ് എടുക്കുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ രീതിയിൽ പിന്നെ ചാർജ് ചെയ്യാൻ 1.25 മണിക്കൂറുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്താൽ തന്നെ 60-50% ആയിരിക്കും. അവസാനത്തെ ഒരു 90 to 100 ആവാനാണ് ഒരു സമയം എടുക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പോക്കോ എസ്റ്റാണ് ഏറ്റവും സൂപ്പർ. കുറേ പേർക്ക് റിയൽമി X2 എന്ന് പറയും. അപ്പോൾ ഈ 2 മൊബൈലുകളാണ് അവസാന റേഞ്ച് എന്നുണ്ടെങ്കിൽ ഒരു 18 റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഫോണ്. പിന്നെ ഇത്തിരി കൂടി പോക്കോ എസ്റ്റുവിന് ഇത്തിരി കൂടി പൈസ കുറവാണ് റിയൽമി X2നെ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ 1000 രൂപ വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17,000 രൂപയ്ക്കാണ്. അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പൈസ സ്റ്റാർട്ട് ചെയ്യുന്നത് 18,000 രൂപയ്ക്കാണ്. ബട്ട് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 6GB 64GB ആണ് വേരിയൻറ്റ് വരുന്നത്. മറ്റേതിൽ 4GB 64GB ആണ് ഏറ്റവും ചെറിയ ഇത് വരുന്നത്, വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോൺ ഇഷ്ടപ്പെട്ടാലും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കീപ് സേഫായിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.